എൻ്റെ രാവിലത്തെ ഏകദേശം എല്ലാ പണികളും ഒതുങ്ങി നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് നിന്നപ്പോഴാണ് കേട്ടോ ഇത്തട്ടം വിളിച്ചിട്ട് പറഞ്ഞത് നീ വേഗം റെഡി ആയിക്കോ നമുക്ക് ബാങ്ക് വരെ പോകണമെന്ന്. അങ്ങനെ ഷടപടയെന്ന് ഒരുങ്ങിക്കെട്ടി താഴെ വന്നപ്പോഴാണ് ചോറ് റൈസ് കുക്കറിനകത്തുള്ള കാര്യം ഓർത്തത്. പിന്നെ നേരെ അത് എടുത്ത് വാർത്തിട്ട് നേരെ നമ്മൾ പോവുകയാണ് കേട്ടോ. ഇത്തണ്ണാണെങ്കിൽ ഒഴിവ് കിട്ടിയ സമയത്ത് അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ കടയിൽ നിന്ന്. ഈ സമയത്തൊന്നും അങ്ങനെ വരാറില്ല. ഇപ്പം ഏകദേശം സമയം 12 മണി ആയിട്ടുണ്ട്. എപ്പോഴും ഒരാൾ വന്നത് 2:30 2:45 ഈ ഒരു സമയത്താണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോൾ ഇനി ബാങ്കിൽ പോയി വന്നിട്ട് ഇത്തന്നെ ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി ഷോപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ തത്രപ്പാടെടുത്ത് ഇങ്ങനെ ഷടപടയെന്നും പറഞ്ഞ് നമ്മൾ പോണത്. എൻ്റെ അഡ്രസ്സ് ഇങ്ങോട്ടേക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒരാഴ്ച ആയിട്ടുള്ളൂ എൻ്റെ അഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ അക്കൗണ്ട് എടുക്കുന്നത്. നമ്മളങ്ങനെ മഞ്ചേരി നമ്മുടെ ഗ്രാമീണ ബാങ്കിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതേട്ടൻ ജസ്റ്റ് പുറത്തേക്ക് പോയതാണ് കേട്ടോ. നമ്മുടെ കോപ്പിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെ ഒക്കെ കോപ്പി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5-10 മിനിറ്റ് ഞാൻ അവിടെ പോസ്റ്റായി. അങ്ങനെ ഇതേട്ടൻ വന്നു. നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്രൂഫൊക്കെ കൊടുത്തു. ഫോട്ടോസും പ്രൂഫും എല്ലാം കൊടുത്ത് നമ്മൾ പുതിയ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ സൈനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടില്ല. 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആക്ടിവേഷൻ ആവും, ഓപ്പൺ ആവും. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് നല്ല ഭാഗ്യമുണ്ട്. നമ്മൾ പോയ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വീട്ടിലേക്ക് അങ്ങ് കയറുന്ന ആ സമയമുണ്ടല്ലോ, അങ്ങ് വീട്ടിലേക്ക് വരും ചാറ്റൽ മഴ ഒരുമിച്ചായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു. നനഞ്ഞ് കുതിർന്നില്ല, അല്ലെങ്കിൽ നനഞ്ഞങ്ങോട്ട് കുതിർന്നേനെ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ ചോറുണ്ണാനുള്ള പുറപ്പാട്ടിലാണ്. ഞാൻ സ്പീഡിലാക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. ഇതാണ് വേഗം തന്നെ പോകണം. ഇത്താട്ടം ചെന്നിട്ട് വേണം ബാക്കിയുള്ളവർക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പീഡാക്കണത്. അങ്ങനെ ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ അയത്താണ്ട് ഓംലേറ്റ് ഇടിച്ച് കൊടുത്തു കേട്ടോ. അത്യാവശ്യം ചോറ് കഴിക്കാനുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ മുട്ട വേണം, ഇറച്ചി വേണം, മീൻ വേണം, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ചമ്മന്തി ആയാലും നമ്മൾ കഞ്ഞി കുടിക്കും. അപ്പോൾ ഇത് അയത്താണ്ട് ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു. അതുപോലെ മാങ്ങയും ചെമ്മീനും കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അയിത്തരം ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ നേരെ മേലെ വന്ന് എൻ്റെ ഡ്രസ്സൊക്കെ മാറി. പിന്നെ രാവിലെ നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തുണിയെല്ലാം അലക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വിരിക്കുകയാണ്. അങ്ങനെ തുണി വിരിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ വന്നപ്പോഴാണ് എൻ്റെ ദൈവമേ ബോധം കെട്ടത്. ഒരു കുന്ന് തുണി ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ തുണി കൂടി കിടക്കുമ്പോൾ മടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ തത്രപ്പാടെടുത്ത് മടക്കണുണ്ട്. എനിക്കിഷ്ടമല്ല ഇങ്ങനെ തുണി കൂടി കിടന്നിട്ട് മടക്കണത്. ഇങ്ങനെ ഉണ്ടാവാറില്ല ഒരിക്കലും. പിന്നെ നമ്മൾ 2-3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിക്കുൻ്റെ ബെഡിലേക്ക് ഞാനിങ്ങനെ കൊണ്ടിട്ടതാണ് കേട്ടോ. ഒരു ദിവസം കൊണ്ടിട്ടു, പിന്നെ 2ാമത്തെ ദിവസം വീണ്ടും കൊണ്ടിട്ടു. അപ്പോൾ 3ാമത്തെ ദിവസമായപ്പോൾ മടിയായിട്ടോ അങ്ങനെ മടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാഗടിച്ചതാണ്, മടി പിടിച്ചതാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മടി തന്നെയാണ്. അങ്ങനെ തുണിയെല്ലാം ഞാൻ മടക്കിയിട്ടുണ്ട് കേട്ടോ. തുണിയെല്ലാം മടക്കി പറക്കി നമ്മൾ അയത്താണ്ട സ്ഥാനത്തും എൻ്റെ സ്ഥാനത്തൊക്കെ അടുക്കി പറക്കി വെച്ചു. അപ്പോഴാണ് നല്ല അസല് മഴയാണ് പുറത്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.